ചരിത്രം തിരുത്താൻ ഇറങ്ങിയവർക്ക് അവസാനം സ്വന്തം പാർട്ടിയുടെ ചരിത്രം തന്നെ തിരുത്തേണ്ടി വരുന്ന അവസ്ഥ. അതെ, സംഗതി ഗൗരവമാണ്, പക്ഷേ കേൾക്കുമ്പോൾ നല്ല തമാശയുമാണ്. നമ്മുടെ CPM ഇപ്പോൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ തോന്നും കടലിൽ അകപ്പെട്ട കപ്പലിലെ ക്യാപ്റ്റന്മാർക്ക് കപ്പൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ലെന്ന്. തുടർ ഭരണത്തിന്റെ ലഹരിയിൽ ആകാശത്ത് പറന്നവർക്ക് ഇപ്പോൾ സ്വന്തം അണികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ എട്ടിന്റെ പണി മാറിയിട്ടില്ല. നേതാക്കളുടെ അഹങ്കാരവും ധാർഷ്ട്യവും സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി നിറങ്ങുന്ന രീതിയും ഇതൊക്കെ കണ്ട് മടുത്ത ജനം ബാലറ്റ് പെട്ടിയിൽ കൊടുത്ത പണി ചെറുതൊന്നുമല്ല. കസേര ഇളകിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വിശാല സംസ്ഥാന കമ്മിറ്റി യോഗവുമായി കോഴിക്കോട്ടേക്ക് വണ്ടി കയറുകയാണ് സഖാക്കൾ. എന്തിനാണെന്നോ? തോൽവിയുടെ കാരണം കണ്ടെത്താനത്രേ. എന്ത് കാരണം കണ്ടെത്താനാണ്? ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സെൻട്രൽ കമ്മിറ്റി വരെ തപ്പിയിട്ടും കിട്ടാത്ത കാര്യം സെപ്റ്റംബറിൽ കോഴിക്കോട് കൂടുന്ന യോഗത്തിൽ കിട്ടുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇനിയുള്ളത് വെറും കളിയാണ്. പിണറായിയുടെയും ഗോവിന്ദന്റെയും തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാൾ സെപ്റ്റംബറിൽ വീഴുമോ? അതോ വീണ്ടും പഴയ തിരുത്തൽ നാടകം കളിച്ച അണികളെ പറ്റിക്കുമോ? CPMന്റെ ഈ ചരിത്രപരമായ പതനം ഒന്ന് കാണാൻ കാത്തിരിക്കുകയാണ് കേരളം എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് വിഷയമെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, തുടർ ഭരണം തലയ്ക്ക് പിടിച്ച CPMന് തിരഞ്ഞെടുപ്പ് തോൽവിയോടെ ഉണ്ടായ ഉണർവും അതിനെ തുടർന്ന് പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന കടുത്ത ആഭ്യന്തര കലാപവുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. പണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന പരാതികൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയും കടന്ന് കേന്ദ്ര കമ്മിറ്റി വരെ എത്തി നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പരാജയം വെറുമൊരു കണക്ക് പുസ്തകത്തിലെ തെറ്റല്ല, മറിച്ച് പാർട്ടിയുടെ നയങ്ങളിലും നേതൃത്വത്തിന്റെ അഹങ്കാരത്തിലും അണികൾക്കുള്ള കടുത്ത അമർഷമാണ്. ഇതിന് പരിഹാരമെന്നോണം സെപ്റ്റംബറിൽ കോഴിക്കോട് വെച്ച് ഒരു വിശാല സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ പാർട്ടി നിർബന്ധിതമായിരിക്കുകയാണ്. സെപ്റ്റംബർ 2ാം വാരം കോഴിക്കോട്ട് നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അസാധാരണമായ അഴിച്ചുപണികളും നേതൃമാറ്റത്തിനായുള്ള കടുത്ത സമ്മർദ്ദവും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പാർട്ടി അണികൾക്കിടയിൽ കനത്ത അതൃപ്തി പുകയുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സമ്മേളനത്തിൽ എന്ത് സംഭവിക്കാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. തുടർഭരണം പാർട്ടിയെ പൂർണ്ണമായും നിർജീവമാക്കിയെന്നും നേതാക്കളുടെ അഹങ്കാരവും ധാർഷ്ട്യവും സാധാരണക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നുമുള്ള കടുത്ത യാഥാർത്ഥ്യം ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള അവലോകനങ്ങളിൽ ഇതിനകം തന്നെ ഔദ്യോഗികമായി രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സമ്മേളനം? ഈ സാഹചര്യത്തിലാണ് വെറും സംസ്ഥാന സമിതിക്കപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പോഷക സംഘടന ഭാരവാഹികളെയും ഉൾപ്പെടുത്തി ഒരു വിശാല സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നത്. താഴെത്തട്ടിലുള്ള വികാരം സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ഈ യോഗം വേദിയാകുമത്രേ. പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് സമാനമായ ചേരിതിരിവ് രൂക്ഷമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നിലപാടുകളായിരിക്കും ഇനി ഏറ്റവും നിർണായകമാകുക. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ പ്രബല ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ നിലവിലെ നേതൃത്വത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി കടുത്ത വിമർശനം ഉന്നയിക്കാനാണ് തയ്യാറെടുക്കുന്നത്. താഴെത്തട്ടിൽ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ജില്ലാ നേതാക്കളുടെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന് മറുപടി നൽകുക എളുപ്പമാകില്ല. പാർട്ടിയെ ഈ പതനത്തിലേക്ക് നയിച്ചതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിമർശനങ്ങളാണ് അണിയറയിൽ ഇപ്പോൾ ശക്തമാകുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അണികൾക്ക് ആത്മവീര്യം പകരാനോ സർക്കാരിന്റെ വീഴ്ചകളിൽ തിരുത്തൽ ശക്തിയായി മാറാനോ ഗോവിന്ദന് കഴിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. എങ്ങനെയുണ്ട്? നേതൃമാറ്റമില്ലാതെ പാർട്ടിക്ക് ഇനി ഒരു ഊർജവും വീണ്ടെടുക്കാനാകില്ലെന്ന വികാരം ജില്ലാ നേതാക്കൾക്കിടയിൽ ശക്തമായതിനാൽ MV ഗോവിന്ദന്റെ പദവിക്ക് മേൽ കരിനിഴൽ വീണു കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ പണ്ട് കണ്ടിരുന്ന VS പിണറായി ഗ്രൂപ്പിസം പോലെയല്ല എന്നതാണ്. അന്ന് നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് താഴേക്കിടയിലുള്ള അണികൾ അവരുടെ തന്നെ നേതൃത്വത്തിനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ്. ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വന്ന പരാതികൾ കേവലം ഗൗരവമുള്ളതല്ല, മറിച്ച് അതിഭീകരമാണ്. തുടർഭരണം പാർട്ടി സംവിധാനത്തെ അപ്പാടെ നിർജീവമാക്കിയെന്ന അണികൾ തന്നെ തുറന്നടിച്ചു കഴിഞ്ഞു. സാധാരണക്കാർക്ക് ഒരു കാര്യത്തിന് നേതാക്കളെ സമീപിച്ചാൽ കിട്ടുന്നത് വാഗ്ദാനങ്ങളല്ല, മറിച്ച് പുച്ഛവും ധാർഷ്ട്യവും നിറഞ്ഞ മറുപടികളാണ്. ഞങ്ങൾ പറയുന്നതാണ് വേദവാക്യം എന്ന നേതാക്കളുടെ അഹങ്കാരമുണ്ടല്ലോ, അത് പാർട്ടിയുടെ വോട്ട് ബാങ്കിന്റെ അടിത്തറ തന്നെ ഇളക്കിയത്.
ഇപ്പോൾ ആ തെറ്റുകൾ തിരുത്താൻ പോവുകയാണ് പോലും. അതായത് തലവേദനയ്ക്ക് തല വെട്ടി മാറ്റുന്ന പോലൊരു പരിപാടിയാണ് ഇവർ കോഴിക്കോട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഗോവിന്ദന്റെ കാര്യം എടുക്കാം. പാർട്ടി അണികൾക്ക് ആവേശം നൽകേണ്ട സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും. സർക്കാരിന്റെ വീഴ്ചകളിൽ തിരുത്തൽ ശക്തിയായി മാറുന്നതിന് പകരം സർക്കാരിന്റെ വക്താവായി മാറിപ്പോയതാണ് അദ്ദേഹത്തിന് പറ്റിയ പണി. പാർട്ടി സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അണികളുടെ വികാരം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് വലിയൊരു വീഴ്ച. പിന്നെ നമ്മുടെ ഭരണപക്ഷത്തിന്റെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട. 102 അംഗമുള്ള സർക്കാരിനെ നേരിടാൻ LDFിനുള്ളത് വെറും 35 പേരാണ്. ഇത്രയും കുറഞ്ഞ അംഗങ്ങളെ വെച്ച് സഭയിൽ സർക്കാരിനെ വിറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങൾ വേണം. പക്ഷെ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ ശൈലി, പഴയ പോരാട്ട വീര്യം ഒക്കെ പോയി വെറും മെല്ലെപ്പോക്കിലാണ്. തലമുറ മാറ്റം വേണമെന്ന് പാർട്ടിയിലെ യുവ തുർക്കികൾ പോലും അലമുറയിടുന്നത് പിണറായി വിജയനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തം. ഒരു വലിയ യുഗാവസാനം CPMൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണിത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഒരു കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ മാസ് ലീഡറായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ഒരു മൂർച്ചയുണ്ടായിരുന്നു, പ്രതിപക്ഷത്തെ വിറപ്പിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സഭയിൽ വന്ന് ഒന്ന് ചിരിക്കാൻ പോലും മടിയാണോ എന്ന് തോന്നിപ്പോകും. 102ൽ കൂടുതൽ അംഗമുള്ള ഒരു വമ്പൻ സർക്കാരിനെതിരെ പോരാടാൻ ഇരിക്കുന്നത് വെറും 35 പേരാണ്. ഈ ചെറിയ പടയെ നയിക്കാൻ ഇറങ്ങിയപ്പോൾ പിണറായി വിചാരിച്ചത് പഴയതുപോലെ ഒന്ന് ഗർജിച്ചാൽ എല്ലാം സെറ്റാകുമെന്നായിരുന്നു. പക്ഷെ പാവം, പഴയ പോരാട്ട വീര്യമൊക്കെ എവിടെയോ വെച്ച് കളഞ്ഞു കുളിച്ചു. ഇപ്പോൾ ശൈലി ആകെ മാറിയിട്ടുണ്ട്. ഒന്നലറാൻ പോലും കഴിയാത്ത മെല്ലെപ്പോക്കിന്റെ രാജാവായി മാറിയ നമ്മുടെ പിണറായിയെ കണ്ടാൽ തോന്നും, സഖാവെ നിങ്ങളൊന്ന് റീചാർജ് ചെയ്തുകൂടെ എന്ന്. സ്വന്തം പാർട്ടിയിലെ യുവ തുർക്കികൾ പോലും പറയുന്നു, ഇനി പിണറായി മതിയോ, തലമുറ മാറ്റം വേണ്ടേന്ന്. പണ്ട് പാർട്ടിയിൽ ആരെങ്കിലും ഒന്ന് മിണ്ടിയാൽ പുള്ളിക്ക് ദേഷ്യം വരുമായിരുന്നു. ഇന്ന് സ്വന്തം അണികൾ തന്നെ ചോദിക്കുന്നു, സഖാവെ താങ്കളുടെ കസേര ഇളകാൻ സമയമായില്ലേ എന്ന്. ഒരു കാലത്ത് അപ്രമാദിത്വത്തിന്റെ പര്യായമായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ സ്വന്തം പാർട്ടിക്ക് തന്നെ ഒരു ബാധ്യതയായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പഴയ സിംഹമൊക്കെ പോയി ഇപ്പോൾ വെറും പൂച്ചയായി മാറിയോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും പിണറായിയുടെ ഈ പതനം ഒരു വലിയ യുഗാവസാനത്തിന്റെ തിരശീല വീഴലാണ്. സത്യം പറഞ്ഞാൽ ഈ സമ്മേളനത്തിന്റെയൊക്കെ ആവശ്യം എന്താണ് നിങ്ങൾ തന്നെ പറയുക. ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷം ഓരോ സഖാവിനും അറിയാം എന്തുകൊണ്ടാണ് തങ്ങൾ തോറ്റതെന്ന്. സാധാരണക്കാർക്ക് അറിയാം, ബ്രാഞ്ച് കമ്മിറ്റിക്കാർക്ക് അറിയാം, ലോട്ടറി വിൽക്കുന്ന ആൾക്ക് പോലും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ കോഴിക്കോട് പോയി പൈസ ചെലവാക്കി ഈ വിശാല സമ്മേളനം നടത്തുന്നത്? ഇതൊക്കെ വെറും കണ്ണിൽ പൊടിയിടൽ പരിപാടികൾ മാത്രമാണ്. സ്വന്തം തെറ്റുകൾ നേതൃത്വം തന്നെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അത് സമ്മതിക്കാൻ അവർക്ക് വലിയ മടിയാണ്. പകരം ഇങ്ങനെ ഓരോ കമ്മിറ്റികൾ കൂടുമ്പോൾ തോന്നും പാർട്ടി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്, അണികളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന്. ഇത് യാഥാർത്ഥ്യത്തിൽ ജനങ്ങളെ ബോധിപ്പിക്കാനല്ല, മറിച്ച് തങ്ങൾ തെറ്റ് തിരുത്തുന്നുണ്ട് എന്ന് കാണിച്ച് അണികളുടെ ദേഷ്യമൊന്ന് കുറയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഡ്രാമയാണ്. ബ്രാഞ്ച് മുതൽ സെന്റർ കമ്മിറ്റി വരെ എല്ലാവർക്കും അറിയാം തോൽവിയുടെ കാരണം. എന്നിട്ടും എന്തിനാണ് ഈ നാടകം? എന്തിനാണ് ഈ തിരുത്തൽ നാടകം? ഇതൊക്കെ കഴിഞ്ഞു വരുന്നത് പഴയ ആൾക്കാർ തന്നെയാണെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ ഈ യോഗം കൂടുന്നതിനേക്കാൾ നല്ലത് ആ പൈസ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. പക്ഷേ ഇവർക്ക് വേണ്ടത് അധികാരമാണ്. അതിനുവേണ്ടി എന്ത് നാടകം കളിക്കാനും ഇവർ മടിക്കില്ല. ഇനി നിങ്ങൾ ചോദിക്കും, ഈ തിരുത്തൽ എന്നാണാവോ ഒന്ന് അവസാനിക്കുക എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഈ തിരുത്തൽ പാട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം തിരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ തിരുത്താൻ തുടങ്ങുക, അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾ തിരുത്തി ഇനി വോട്ട് തരണം എന്ന് പറഞ്ഞ് അണികളുടെ അടുത്തേക്ക് പോവുക. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഈ തിരുത്തൽ വാദം എന്നത് കേവലം ഒരു താൽക്കാലിക മരുന്നാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അണികൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ വേണ്ടി മാത്രം എടുത്തു വെക്കുന്ന ഒരു ടൂൾ. ഇത് തീരാൻ പോകുന്നില്ല, ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഈ തിരുത്തൽ നാടകം ഒരു സീരിയൽ പോലെയാണ്. ക്ലൈമാക്സ് ഒട്ടും പ്രതീക്ഷിക്കേണ്ട, എപ്പിസോഡുകൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.